അവളില്ലേ ആ നിക്കുന്ന ഗാഥയില്ലേ അവളത് രോഹിക്കാൻ ഗാഥ കുടിക്കുന്ന പായസത്തിലെ കലക്കി കൊടുക്കാൻ. എന്താ നിർമ്മല നീ കാണിക്കുന്നത്? എന്തു പറ്റി? എന്തോ അബദ്ധം പറ്റിയിട്ടുണ്ടെന്നാ തോന്നുന്നത്. ഉറപ്പായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അത് അമ്മ നിർമ്മലേ എന്താ എന്തു പറ്റി? കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനകിങ്ങിണി വളകൾ മോതിരഞ്ഞു കാണണം ഭഗവാനെ. ഈശ്വര, നല്ലൊരു ദിവസമായിട്ട് ഇതെന്താ ഇങ്ങനെ? കൃഷ്ണ, മോളിക്കുട്ടി ഗാഥ എടുത്തുണ്ടോ? ഉണ്ട്. നീ ഒന്ന് വേഗം സ്പീക്കറിലിട്ടെ. ഗാഥ, കൃഷ്ണയാ, നിങ്ങൾക്ക് രണ്ടുപേർക്കും എങ്ങനെയും കളരിക്കലേക്ക് എത്താൻ പറ്റുമോ? ഇപ്പൊ നിങ്ങളോട് വന്നാല് അകത്ത് കയറാൻ എളുപ്പാ. എന്താ കൃഷ്ണേ? ഇവിടെ എല്ലാവരും വേറൊരു കാര്യത്തിന്റെ ശ്രദ്ധയിലാ. ഞാൻ അങ്ങോട്ട് വന്നാ ഗാഥ ഇവിടെ തിരിച്ചെത്തുമ്പോഴേക്കും ചിലപ്പോ ആർക്കെങ്കിലും സംശയം തോന്നും. ഒരു സംശയമില്ലാതെ ഗാഥയ്ക്ക് അകത്ത് കയറാൻ പറ്റിയ സമയം ഇത്. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ പറ്റൂ. ഈ നേരത്ത് ഞങ്ങൾ എങ്ങനെ വരാനാ? ഇവിടെ കിടക്കുന്ന കാറെടുത്ത് വരാന്ന് കരുതിയാ അങ്ങേരത് അറിയില്ലേ? നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു ഓട്ടോയിലെങ്കിലും കയറിയിട്ട് വാ. ശരി കൃഷ്ണേ, ഞങ്ങൾ ഓട്ടോ കിട്ടുമോ നോക്കട്ടെ. ഹാ, എനിക്ക് ഓട്ടോയിൽ യാത്ര ചെയ്യാൻ ഒന്നും പറ്റില്ല. ഞാൻ കാറിലെ യാത്ര ചെയ്യാറുള്ളൂ. ദരിദ്രവാസികളെ യാത്ര ചെയ്യുന്ന ഓട്ടോയില് ഞാൻ ഒരിക്കലും കേറില്ല. ദരിദ്രവാസികളെ യാത്ര ചെയ്യുന്ന വാഹനോ? നീ എന്താ ഓട്ടോയെ കുറിച്ച് കരുതിയിരിക്കുന്നേ? നീയും നിന്റെ മമ്മിയും ചിലപ്പോഴേ ഓട്ടോയിൽ കയറിയിട്ടില്ലായിരിക്കും. എന്ന് വെച്ച് അത് ദരിദ്രവാസികളുടെ വണ്ടിയാണോ? കഷ്ടം. വെറുതെ ഓട്ടോയെ കുറിച്ചും പാവങ്ങളെ കുറിച്ചും എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. ഷോ മോളിക്കുട്ടി, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ഇപ്പൊ ഈ അവസ്ഥ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ വലിയ അപകടാ. ഗാഥ ഇങ്ങോട്ട് എത്തിയേ പറ്റൂ. എനിക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോയേ പറ്റൂ. ഇനി ഗാഥയുടെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യേ. എന്ത് തീരുമാനിച്ചു? പോന്നുണ്ടോ? പോണോന്നുണ്ടെങ്കിലേ ഓട്ടോ മാത്രം ശരണം. ദരിദ്രവാസികളുടെ വാഹനം പോണോന്ന് താല്പര്യമുണ്ടെങ്കിൽ പുറത്തു പോയി ഞാൻ ഓട്ടോ നോക്കാം. ഇല്ലെങ്കിലേ ഇവിടെ തന്നെ ഇരുന്ന് നക്ഷത്ര എണ്ണ. ഞാൻ വരാം. അങ്ങനെ വഴിക്കുവാ. ഇപ്പൊ പോലെ നിന്നെ സുരക്ഷിതമായി എങ്ങനെ കളരിക്കൽ വീട്ടിലെത്തിക്കാന്നാണ് അവൾ ആലോചിക്കുന്നത്. നീ ചിന്തിക്കുന്നത് അവളെ ഇല്ലാതാക്കാനാ. അതാ നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. കണി കാണും നേരം കമല നേത്രന്റെ നിറമേ കണി കാണും ചഞ്ചലാക്ഷി ഇന്നു നിന്നെ നാദം വന്നു നമുക്ക് ഡാൻസ് കളിക്കാം. എല്ലാവർക്കും സന്തോഷം വരും. പക്ഷേ സന്തോഷം വരുമോ? വാ എല്ലാരും വാ. അമ്മായി എന്തേ കാണിക്കുന്നത്? നല്ലൊരു ദിവസം നശിപ്പിക്കാൻ നിൽക്കണം. ചേട്ടൻ വാ. എന്താ നീ കാണിക്കുന്നത്?
അയ്യോ എന്റെ പൊന്നു സാറേ, എന്നെ അറസ്റ്റ് ചെയ്യല്ലേ. അയ്യോ, നല്ലൊരു ദിവസമായോണ്ട് ഞാൻ ഇത്തിരി അടിച്ചു പോയതാ. എന്നെ ഒന്നും ചെയ്യല്ലേ സാറേ. അയ്യോ, എന്നെ അറസ്റ്റ് ചെയ്യല്ലേ, എന്നെ അറസ്റ്റ് ചെയ്യല്ലേ. അയ്യോ, ചുമ്മാ. എല്ലാവരെയും കാണിക്കാൻ വേണ്ടി ഇവൾ അഭിനയിക്കുന്നതാ. എന്താ പറയാ? എടി, നീ ലഹരി ഉപയോഗിച്ചെന്ന് പറഞ്ഞല്ലോ, എവിടെ നിനക്ക് കിട്ടിയേ? പറയാൻ ദേ, ഉദ്ഘാടനം കൊണ്ട് എന്റെ തലയെ കൊണ്ട് വച്ചല്ലേ. ഉദയേട്ടൻ കൊണ്ട് തന്നതാ സാറേ, ഉദയേട്ടൻ കൊണ്ട് തന്നതാ. അതെന്തിനാ സാറിന് അറിയോ? അവളില്ലേ, ആ നിക്കുന്ന ഗാഥയില്ലേ, അവളത് രോഹിക്കാൻ. ഗാഥ കുടിക്കുന്ന പായസത്തിലെ കലക്കി കൊടുക്കാൻ. എടി, ഇത്രയും നല്ലൊരു ദിവസം നീയായിട്ട് നശിപ്പിച്ചലോടി. അളിയൻ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. ഇവള് കള്ളത്തിനെ കാണിക്കുന്നതാ. മുത്തശ്ശി, ഗാഥയെ മനഃപൂർവ്വം ദ്രോഹിക്കാൻ വേണ്ടിട്ടാ ഈ കള്ളക്കൂട്ടങ്ങൾ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത്. ഞാൻ എന്താ വരെ ചെയ്യണത്? നീ അവിടെ അടങ്ങി നിൽക്കും മോനെ. ഉദയ, നിർമ്മല പറഞ്ഞതിൽ വല്ല സത്യമുണ്ടോ? ഗാഥയെ ദ്രോഹിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിരുന്നോ? ഇവിടുന്ന് ആരും ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് വട്ടാണ്, മുഴുവട്ട്. അയ്യോ, അയ്യോ എന്റെ ഉദയേട്ടാ. അയ്യോ അമ്മേ, ചെയ്യല്ലേ, പാവം. നിർമ്മലേ, കീർത്തി, നിന്റെ അമ്മ വിളിച്ചോണ്ട് പോ. അയ്യോ പാവം. നിർമ്മലേ, എന്തായി കാണിക്കുന്നത്? പോടി, നിന്റെ അമ്മ. വാ, എന്നെ പിടിക്കാൻ വാ. അയ്യോ, മോളിക്കുട്ടി, ഇത് നല്ലൊരു അവസരം. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണം. അയ്യോ, ഗാഥ, ഇന്നലെ എന്തൊക്കെ നടന്നിട്ട് ഇവിടെ? ഞാനില്ലാത്ത സമയത്ത് ഇവിടെ എന്തൊക്കെ നടന്നു എന്നാ ചോദിക്കുന്നെ? ഗാഥ, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. വേണ്ട, എല്ലാ വ്രതങ്ങളും കൃത്യമായിട്ട് അനുഷ്ഠിച്ചതാ ഞാൻ. അവസാനം അതിന് ബലം ഉണ്ടാവും അറിഞ്ഞപ്പോ അത് തട്ടിയെടുക്കാൻ വന്നതാണോടി നീ?